ആ മഹി വന്നല്ലോ. ഓഫീസിലേക്കാന്നും പറഞ്ഞു പോയിട്ട് മഹി ഇത് എവിടെയായിരുന്നു? ഒരു സൈറ്റ് കാണാനുണ്ടായിരുന്നു. എന്നത് പറഞ്ഞിട്ട് പോയായിരുന്നില്ലേ? ഡാഡി എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു. വാ. സോറി സർ. സാറോ? ഉഡ്ബിയുടെ ഫാദറിനെ അങ്ങനെയാണോ വിളിക്കേണ്ടത്? മഹിക്ക് ചായ എടുക്കാം. ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് മഹിക്ക്. ഒരു രേഖയും ഇല്ലാതെ യാമിനി നിങ്ങളോട് താമസിക്കാൻ തീരുമാനിച്ചപ്പോൾ അതൊരു എടുത്തിയാട്ടവും അവിവേകവുമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 28 വർഷം അമേരിക്കയിൽ പലതരത്തിലുള്ള ജീവിതം കണ്ടു അനുഭവിച്ചു അറിഞ്ഞിട്ടുള്ള എനിക്ക് പോലും അവളുടെ ഈ ഡിസിഷൻ കൺസീവ് ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് ഷീ ഈസ് കറക്റ്റ്. നൗ ഐ അഡ്മിറ്റ് ഇറ്റ്. മഹിയെ ലൈഫ് പാർട്ട്ണറാക്കാൻ അവൾ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്കിതങ്ങ് രജിസ്റ്റർ ആയി കളയാം. എന്താ? ആ തേഴ്സ്ഡേ എനിക്ക് കൽക്കട്ടയ്ക്ക് പോകണം. ഓ, ജോൽസിനെ കണ്ട് ഞാൻ ചോദിച്ചു. ബുധനാഴ്ച നല്ല ദിവസമാണ്. അന്ന് മഹിക്ക് എന്തെങ്കിലും എൻഗേജ്മെന്റ്? അല്ല, എൻഗേജ്മെന്റ് ഉണ്ടായാലെന്താ? ഇത് മാക്സിമം 1 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. രജിസ്റ്റർ ഓഫീസ് വരെ ചെല്ലണം, ഒപ്പിടണം. വിശ്വാസം തെറ്റിക്കണ്ട. ജോൽസും പറഞ്ഞ സമയം തന്നെ ഡാഡി ഫിക്സ് ചെയ്തോളൂ. ഞങ്ങൾ റെഡി ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ 11 മണിക്ക് തന്നെ ആയിക്കോട്ടെ. ഞാനൊരു 10:30 മുമ്പ് രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോളാം. വിഷമിച്ചിട്ട് എന്താ കാര്യം മോളെ? ദൈവനിശ്ചയം അങ്ങനെയാണെന്ന് കരുതിയാ മതി. അങ്ങനെ പറഞ്ഞു ഒഴിയരുത് മാഷെ. ദൈവനിശ്ചയം മറിച്ചാണെങ്കിലോ? ഇപ്പൊ ഒരു തീരുമാനം എടുക്കണം. അത് മൃദുല വിചാരിച്ചാലേ നടക്കൂ. അവരെല്ലാം തീരുമാനിച്ച സ്ഥിതിക്ക് നമ്മളായിട്ട് ഇനി എന്ത് തീരുമാനിക്കാൻ? തീരുമാനിച്ചത് ആ മേനോനും മകളുമാണ്. മഹിക്ക് അതിലൊട്ടും താല്പര്യമില്ല. കുറെ കാലം കൂടെ കഴിഞ്ഞ പുരുഷനെന്ന നിലയ്ക്കെങ്കിലും മഹിയെ രക്ഷിക്കാനുള്ള ബാധ്യത മൃദുലയ്ക്കില്ലേ? മൃദുലയെ ഒത്തിരി സ്നേഹിച്ചുപോയി. ആ ഒരു തെറ്റേ മഹി ചെയ്തിട്ടുള്ളൂ. സ്വന്തമെന്ന് കരുതുന്നവരെ ശാസിക്കാനും തിരുത്താനും ശ്രമിക്കുന്നത് തെറ്റാണോ? ഇഷ്ടമുള്ളിടത്തെ പിണക്കം ഉണ്ടാവും. നിങ്ങൾ അകന്നതും അതുകൊണ്ടാണ്. ഇപ്പോ ദയവായിട്ട് കൊണ്ടുവന്ന ഒരു അവസര. യാമിനിക്ക് മഹിയോടുള്ളത് ഉള്ളിൽ തട്ടിയ സ്നേഹമൊന്നുമല്ല, വെറും ഒരു ഫാഷൻ ലവ്. ഫാഷൻ ആണേലും അല്ലേലും ചേട്ടന് ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ താലി പോലും കെട്ടാതെ അവള് കൂടെ താമസിക്കാൻ തയ്യാറായത്. അയ്യോ, അത് ഇഷ്ടപ്പെട്ടത് കൊണ്ടൊന്നുമല്ല. വീട് പണി തുടങ്ങുന്നവരെ ബോറടി മാറ്റാൻ ഒരു സങ്കേതം വേണം. അതിന് അവള് കണ്ടെത്തിയ ഒരു മാർഗം അത്. അമേരിക്കയിലൊക്കെ എങ്ങനെയായിരുന്നെന്ന് ആര് കണ്ടു? അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് സമ്മതമല്ലെന്ന് ചേട്ടന് തുറന്നു പറയായിരുന്നില്ലേ? അതെ, അപ്പൊ അവന്റെ നാവ് എവിടെ പോയി? അന്ന് മഹി ഇവിടെ വന്നപ്പോ മൃദുല ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പോ സ്വന്തമായിട്ടൊരു തീരുമാനം പോലും എടുക്കാനാവാത്ത വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് മഹി. എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ മനസ്സിൽ ഇപ്പോഴും ചേട്ടനേ ഉള്ളൂ. ചേട്ടൻ മറ്റൊരാളുടേതാവുന്നത് എനിക്ക് സഹിക്കാനും ആവില്ല. പക്ഷേ ഒരു പെണ്ണിനെ വേദനിപ്പിച്ചിട്ട് ചേട്ടനെ വീണ്ടും സ്വന്തമാക്കാൻ ഞാനില്ല. പ്രൊബേഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പുരുഷനോടൊപ്പം താമസിക്കാൻ തയ്യാറായ ഒരു പെണ്ണിന് വേദനയോ? ഫോർമലായി ബന്ധം വേർപെടുത്തിയെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മൃദുല തന്നെയാണ് മഹിയുടെ ഭാര്യ. ഒരു ഭാര്യയ്ക്കുണ്ടാകേണ്ട വിവേകം അന്ന് മൃദുല കാണിച്ചില്ല. ഇപ്പോഴെങ്കിലും അത് കാണിച്ചില്ലെങ്കിൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. ആ തന്തയും മോളും കൂടി മഹിയെ ട്രാപ്പിലാക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇല്ല, അവള് വരില്ല. വരുമെന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത്. നീ ഒന്നുകൂടെ ചെന്ന് വിളിച്ചാ മതി. മറ്റൊരു പെണ്ണിനോടൊപ്പം താമസിക്കുന്ന ഒരു പുരുഷനെ സ്വീകരിക്കാൻ മൃദുല ഒരിക്കലും തയ്യാറാവില്ല. എനിക്ക് അവളറിയാം, അതുകൊണ്ട് പറഞ്ഞതാ. ഒന്ന് സംസാരിച്ച് നോക്കുന്നതുകൊണ്ടെന്താ? ബുധനാഴ്ചയല്ലേ ആ തന്തയും മോളും മഹിയുടെ കുരുതി ഫിക്സ് ചെയ്തിരിക്കുന്നത്. വിഷമിക്കണ്ട, തിങ്കളാഴ്ച നല്ല ദിവസാ. അന്ന് തന്നെ മൃദുലയുമായിട്ടുള്ള പുനർവിവാഹം നമുക്ക് നടത്താം. എന്താ? പൊരുത്തക്കേടുകൾ ഏറെയുണ്ടെങ്കിലും യാമിനി ഒരു പെണ്ണ. എന്നോട് ഇഷ്ടവും വിശ്വാസമുള്ളതുകൊണ്ടല്ലേ
കൂടെ താമസിക്കാൻ തയ്യാറായത്? നീ പറഞ്ഞു വരുന്നത്? മൃദുല ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അവള് വീണ്ടും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷേ അത് മറ്റൊരു പെണ്ണിന്റെ ശാപം ഏറ്റുവായിക്കൊണ്ടാവരുത്. എല്ലാരും പറയാറില്ലേ വിധിയാണെന്നൊക്കെ. ഞാനും അങ്ങനെ വിചാരിച്ച് സമ്മാനിച്ചോളാം. എനിക്കൊട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല. മഹിയുടെ ഭാഗത്തു നിന്ന് ഒരു സാക്ഷി വേണമല്ലോ എന്ന് കരുതി മാത്രമാണ് ഞാൻ വന്നത്. മൃദുലയെ വിവരം അറിയിച്ചോ? അറിയിക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ അവസ്ഥ ഫോണിലൂടെ ഞാൻ അവളെ അറിയിച്ചു. എന്നിട്ട് അവളെന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. റിസീവർ താഴെ വയ്ക്കാതെ ഏറെ നേരം നിന്നു. 11 മണിക്കെന്നല്ലേ പറഞ്ഞത്? 10:45 കഴിഞ്ഞിട്ടും കാണുന്നില്ലല്ലോ. വല്ല ട്രാഫിക് കുരുക്കിലും പെട്ട് വരാതിരുന്നാ മതിയായിരുന്നു. 11 മണിക്ക് കണ്ടില്ലെങ്കിൽ അത് പറഞ്ഞെങ്കിലും ഒഴിയായിരുന്നു. എങ്ങനെ ഒഴിയാൻ? ആണ്ട ബാധ കൊണ്ടേ പോവും. കാത്തുനിന്ന് ബോറടിച്ചോ? ക്ഷേത്രത്തിലൊന്ന് കയറി അർച്ചന കഴിച്ചിട്ടാൻ വൈകി. എന്തൊരു തിരക്കാ. ഡാഡി ഇപ്പൊ എത്തും. അതുവരെ വെയിറ്റ് ചെയ്യണമെന്നില്ല. ഫോർമാലിറ്റീസ് ഒക്കെ നടക്കട്ടെ. പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിനുള്ള ഏർപ്പാടുകൾ ഇന്നലെ തന്നെ യാമിനിയുടെ ഡാഡി ചെയ്തിരുന്നെന്ന് രജിസ്ട്രാർ പറഞ്ഞു. ഇനി ഒപ്പിട്ടാ മതി. എന്നാ പിന്നെ താമസിക്കണ്ട, സൈൻ ചെയ്യാം. എന്താ മഹിക്കൊരു മൂഡ് ഓഫ്? 2ാം ഘട്ടാണെങ്കിൽ സന്തോഷിക്കേണ്ട സമയല്ലേ ഇത്? വരൂ. ഇവിടെ ഒപ്പിട്ടോളൂ. ഇനി വരന്റെ ഭാഗത്തുനിന്നുള്ള സാക്ഷിക്ക് ഒപ്പിടാം. വരനും വരന്റെ സാക്ഷിയും വധുവിന്റെ സാക്ഷിയും ഒപ്പിട്ടു. വധു വന്നില്ലേ? 1 മിനിറ്റ്. ഇറങ്ങൂ. മഹിയുടെ മനസ്സിൽ എന്നും മൃദുലയ്ക്കേ സ്ഥാനമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അമേരിക്കയിലെ ബന്ധങ്ങളുടെ തകർച്ച കണ്ട് വളർന്ന എനിക്ക് നിസ്സാര പ്രശ്നങ്ങളുടെ പേരിലാണ് നിങ്ങൾ അകന്നതെന്ന് മനസ്സിലായി. കെട്ടിടത്തിന്റെ പ്ലാൻ വരയ്ക്കുന്ന പോലെ നിങ്ങൾ ജീവിതവും മുൻകൂട്ടി വരച്ചുപോയി. അതിലേക്ക് ഭാര്യയെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു നിങ്ങൾ. മുറിയിലെ സാധനങ്ങൾ അല്പമൊന്ന് സ്ഥാനം മാറിക്കിടന്നാലോ, ചീപ്പിൽ മുടിയിരുന്നാലോ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഭർത്താവിന്റെ അഭിരുചിക്കനുസരിച്ച് അല്പമെങ്കിലും മാറാൻ മൃദുലയ്ക്കും കഴിഞ്ഞില്ല. എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ രണ്ടാളും പരസ്പരം ഒത്തിരി ഇഷ്ടപ്പെടുന്നു. അതാണ് സത്യം. ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പുറത്ത് ഡാഡിയെ ഉപേക്ഷിച്ച് മറ്റൊരാളുടെ കൂടെ പോയ മമ്മിയുടെ ദുരന്തം ഞാൻ കണ്ടതാണ്. മഹിയുടെ ജീവിതത്തിൽ മൃദുല കൊച്ചു കൊച്ചു പൊരുത്തക്കേടുകൾ ഉണ്ടാക്കി. പിന്നീട് ഞാൻ കടന്നുവന്ന് വലിയ വലിയ പൊരുത്തക്കേടുകൾ മനഃപൂർവ്വം ഉണ്ടാക്കി നിങ്ങൾ അസ്വസ്ഥനാക്കി. എനിക്കിപ്പോ സന്തോഷമുണ്ട്. മൃദുല എന്നേക്കാൾ എത്രയോ ഭേദമായിരുന്നെന്ന് മഹി ചിന്തിച്ചു തുടങ്ങിയപ്പോ എനിക്ക് സന്തോഷമായി. പരസ്പരം ഇഷ്ടപ്പെടുന്നവർ അപൂർണതകളും സഹിക്കണം. അച്ഛൻ വന്നല്ലോ. ഇനി മൃദുല ഒപ്പിട്ടോളൂ. വാ. വരടോ.
Thank you.